ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 കേരള PSCയുടെ സിലബസിലുള്ള അനാട്ടമി ഓഫ് ഹ്യൂമൻ ലങ്സ്, ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ ആൻഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ എന്നീ 3 ടോപ്പിക്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് 15 സെക്കൻഡ് സമയം തരാം. ആ സമയത്തിനുള്ളിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന്. 15 സെക്കൻഡിന് ശേഷം നമ്മൾ ഡിസ്പ്ലേയിൽ ആൻസർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ പ്രൈമറി മസിൽ ഇൻവോൾവ് ഇൻ ദ റെസ്പിറേഷൻ? റെസ്പിറേഷനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രൈമറി മസിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡയഫ്രം, ഓപ്ഷൻ ബി പെക്ടോറാലിസ് മേജർ, ഓപ്ഷൻ സി ട്രപ്പേസിയസ്, ഓപ്ഷൻ ഡി അബ്ഡോമിനൽ മസിൽസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡയഫ്രം ആണ്. ഡയഫ്രം തൊറാക്സിൻ്റെയും അതേപോലെ തന്നെ അബ്ഡോമിൻ്റെയും ഇടയിലുള്ള മസിലാണ്. ഈ ഡയഫ്രമാണ് റെസ്പിറേഷന് സഹായിക്കുന്ന മെയിൻ മസിൽ. ഇൻഹലേഷൻ്റെ സമയത്ത് ഡയഫ്രം കൺട്രാക്റ്റ് ചെയ്യുകയും ഡയഫ്രം ഡൗൺവേർഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് തൊറാക്സിക് ക്യാവിറ്റിയുടെ വോളിയം ഇൻക്രീസ് ചെയ്യുകയും എയർ ഉള്ളിലേക്ക്, അതായത് ലങ്സിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. എക്സലേഷൻ്റെ സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അതായത് എക്സലേഷൻ്റെ സമയത്ത് ഡയഫ്രം റിലാക്സ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഡയഫ്രം അപ്വേർഡിലേക്ക് മൂവ് ചെയ്യുകയും തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കുറയുകയും അതിൻ്റെ ഫലമായിട്ട് എയർ ഉള്ളിലുള്ള, അതായത് ലങ്സിലുള്ള എയർ പുറത്തേക്ക് നിശ്വാസത്തിൽ കൂടി പുറത്തേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഒന്നും കൂടി പിക്ചർ കാണിച്ച് പറയാം. ഡയഫ്രത്തിനെ ഇൻഫോർമലി അംബ്രല്ല മസിൽ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ഡയഫ്രം എന്ന് പറയുന്നത് ഡോം ഷേപ്ഡ് മസിലാണ്. ഇൻഹലേഷൻ്റെ സമയത്ത് ഈ ഡോം ഷേപ്ഡ് മസിൽ പിക്ചറിൽ കാണും പോലെ കുട നിവർന്നിരിക്കുന്നത് പോലെ താഴേക്ക് മൂവ് ചെയ്യുകയും ഫ്ലാറ്റ് ആവുകയും അതുമൂലം തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം ഇൻക്രീസ് ആയിട്ട് നമ്മൾ ശ്വസിക്കുന്ന എയർ ലങ്സിനുള്ളിലേക്ക് എൻ്റർ ആവുകയും ചെയ്യുന്നു. അപ്പോൾ എക്സലേഷൻ്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കേ. പിക്ചറിൽ കുടയുടെ പൊസിഷൻ എങ്ങനെയാ? പകുതിയല്ലേ നിവർന്നിട്ടുള്ളൂ. ഇൻഹലേഷൻ്റെ സമയത്ത് ഫ്ലാറ്റ് പൊസിഷനിലേക്ക് വന്ന ഡയഫ്രം എക്സലേഷൻ്റെ സമയത്ത് മുകളിലേക്ക് മൂവ് ചെയ്ത് ഡോം ഷേപ്പ് ആവുകയും തൊറാസിക് ക്യാവിറ്റിയുടെ ഏരിയ അല്ലെങ്കിൽ വോളിയം കുറയുകയും ലങ്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള എയർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the total lung capacity of the average adult human? Option A 3 liters, option B 6 liters, option C 10 liters, option D 12 liters. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 6 ലിറ്റേഴ്സ്. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടൈഡൽ വോളിയം 500 ml, അതേപോലെ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം 3000 ml, എക്സ്പിരേറ്ററി റിസർവ് വോളിയം 1200 ml, റെസിജ്വൽ വോളിയം 1200 ml. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6000 ml ആണ്. ദാറ്റ് മീൻസ് 6 ലിറ്റേഴ്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. The next question, the primary site of gas exchange in the lungs is the. ലങ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്രോങ്കി, ഓപ്ഷൻ ബി ബ്രോങ്കിയോൾസ്, ഓപ്ഷൻ സി ആൽവിയോളൈ, ഓപ്ഷൻ ഡി ട്രക്കിയ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആൽവിയോളൈ ആണ്. ആൽവിയോളൈ എന്ന് പറയുന്നത് ഒരു ടൈനി എയർ സാക്ക് ആണ് ലങ്സിനുള്ളിലുള്ളത്. ഈ എയർ സാക്കിന് ചുറ്റും ക്യാപ്പിലറീസ് ഉണ്ട്. അപ്പോൾ ഈ ക്യാപ്പിലറീസിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്പിലറിയിൽ നിന്നും ആൽവിയോളയിലേക്ക് കൊടുക്കുകയും ആൽവിയോളയിലുള്ള ഓക്സിജനെ ക്യാപ്പിലറിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോട്ടീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ ദ ബ്ലഡ്? ബ്ലഡിൽ കൂടിയുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആൽബുമിൻ, ഓപ്ഷൻ ബി ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ സി മയോസിൻ, ഓപ്ഷൻ ഡി ഫൈബ്രിനോജൻ.
ആൻസർ ഹീമോഗ്ലോബിൻ ആണ്. റെഡ് ബ്ലഡ് സെൽസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനെ ബൈൻഡ് ചെയ്യുകയും അത് ലങ്സിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്ത് ടിഷ്യൂസിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ ടിഷ്യൂസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്ത് ലങ്സിലോട്ട് എത്തിക്കുകയും ലങ്സിൽ നിന്ന് അത് എക്സലേഷൻ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ ദി എമൗണ്ട് ഓഫ് എയർ ഇൻഹേൽഡ് ഓർ എക്സേൽഡ് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്? നോർമൽ ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് ഇൻഹേൽ ചെയ്യുകയും എക്സേൽ ചെയ്യുകയും ചെയ്യുന്ന എയറിൻ്റെ എമൗണ്ട് കാണിക്കുന്ന ആ ഒരു മെഡിക്കൽ ടേം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടൈഡൽ വോളിയം, ഓപ്ഷൻ ബി വൈറ്റൽ കപ്പാസിറ്റി, ഓപ്ഷൻ സി റെസിജ്വൽ വോളിയം, ഓപ്ഷൻ ഡി ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. ആൻസർ ഓപ്ഷൻ എ ടൈഡൽ വോളിയം. നോർമലി ഉള്ള ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് എയർ ഇൻഹേൽ ചെയ്യുകയും അതേപോലെ എക്സേൽ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എയറിൻ്റെ എമൗണ്ടിനെ കാണിക്കുന്ന ടേമാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഈ ടൈഡൽ വോളിയം നോർമലി അഡൾട്ട്സിൽ ഉണ്ടാവുന്നത് 500 ml ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ട്രിഗേഴ്സ് ദ മെഡുല ഒബ്ലോങ്കേറ്റ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ? ബ്രെയിനിൻ്റെ ഭാഗത്തുള്ള മെഡുല ഒബ്ലോങ്കേറ്റയാണ് റെസ്പിറേഷന് സഹായിക്കുന്നത്. ഒരു അഡൽട്ടിലുള്ള നോർമൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ 12 to 20 ബ്രെത്ത് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസ്പിറേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡുല ഒബ്ലോങ്കേറ്റയെ ട്രിഗർ ചെയ്യിക്കുന്നത് എന്താണ്? എന്തായിരിക്കും ആൻസർ? ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഹൈ ലെവൽസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും കൂടാതെ pHൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മെഡുല ഒബ്ലോങ്കേറ്റയെ സെൻസിറ്റീവ് ആക്കാറുണ്ട്. തന്മൂലം ശ്വസന നിരക്ക് അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബ്രെയിനിലുള്ള റെസ്പിറേറ്ററി സെൻറ്റേഴ്സിനെ മെഡുല ഒബ്ലോങ്കേറ്റ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആർട്ടീരിയൽ ബ്ലഡ് അണ്ടർ നോർമൽ കണ്ടീഷൻ? നോർമലി ആർട്ടറിയിലുള്ള ബ്ലഡിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? ആൻസർ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആൻസർ വരുന്നത് 95 mmHg ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആർട്ടീരിയൽ ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 95 mmHgയും അതേപോലെ തന്നെ വീനസ് അല്ലെങ്കിൽ വെയിനിലുള്ള ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 40 mmHgയും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹൈപ്പോക്സിയ? ഓപ്ഷൻ എ ഇൻക്രീസ്ഡ് ഓക്സിജൻ ലെവൽ ഇൻ ദ ബ്ലഡ്, ഓപ്ഷൻ ബി ഡിക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻ ദ ബ്ലഡ്, ഓപ്ഷൻ സി ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ഇൻ ടിഷ്യൂസ്, ഓപ്ഷൻ ഡി ഇൻക്രീസ്ഡ് ഓക്സിജൻ ലെവൽ ഇൻ ടിഷ്യൂസ്. ഏതായിരിക്കും ആൻസർ? The answer is ഓപ്ഷൻ സി ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ഇൻ ടിഷ്യൂസ്. ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് ടിഷ്യൂസിലേക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയാണ്. അതിന് കാരണം ഒന്നുകിൽ ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കാത്തത് കൊണ്ടാവാം. എപ്പോഴും മനസ്സിലാക്കുക, ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവും ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലുമായിരിക്കും. അപ്പോൾ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ ലെവല് കുറവായിരിക്കുന്നതിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഇൻവോളണ്ടറി ബ്രീത്തിങ്? ഓപ്ഷൻ എ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ബ്രോങ്കിയോൾസ്, ഓപ്ഷൻ ബി ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ പൾമണറി ആർട്ടീരിയോൾസ്, ഓപ്ഷൻ സി ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി ആൽവിയോളാർ കാപ്പിലറി നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ന്യൂറോൺസ് ലൊക്കേറ്റഡ് ഇൻ ദ മെഡുല്ല ആൻഡ് പോൺസ്. ആൻസർ ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. Okay, the answer is option D. It is controlled by neurons located in the medulla and pons. Involuntary breathing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവോട് കൂടിയിട്ടല്ലാത്ത ബ്രീത്തിങ്ങിനെയാണ് ഇൻവോളണ്ടറി ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവോട് കൂടിയിട്ടല്ലാത്തത്, വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവോട് കൂടിയിട്ടുള്ളത്. ബ്രെയിനിലുള്ള മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്
ഇൻവോളണ്ടറി ബ്രീത്തിങ്ങിനെ സഹായിക്കുകയും റെഗുലേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടിഷ്യൂസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ ലങ്സ് ആസ് ഓപ്ഷൻ എ കാർബണേറ്റ്, ഓപ്ഷൻ ബി ബൈകാർബണേറ്റ്സ്, ഓപ്ഷൻ സി ഡിസോൾവ്ഡ് ഇൻ ബ്ലഡ്, ഓപ്ഷൻ ഡി അറ്റാച്ച്ഡ് ടു ഹീമോഗ്ലോബിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ബി ബൈകാർബണേറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ. അപ്രോക്സിമേറ്റ്ലി 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കൂടി ബൈകാർബണേറ്റ് അയൺസ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൈകാർബണേറ്റ്സ് ഉണ്ടാകുന്നത് കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന എൻസൈമിന്റെ ഇൻഫ്ലുവൻസോട് കൂടി കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ബൈകാർബണേറ്റ്സ് ഉണ്ടാവുന്നത്. 11th ക്വസ്റ്റ്യൻ, the partial pressure of carbon dioxide is 45 mmHg in the blood and 40 mmHg in the alveoli. What happens to the carbon dioxide? ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് 45 mmHgയും അതേപോലെ ആൽവിയോളയിൽ കാർബൺ ഡൈ ഓക്സൈഡ് 40 mmHgയും ആണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ, it diffuses into the blood. ഓപ്ഷൻ ബി, it diffuses into the alveoli. ഓപ്ഷൻ സി, the gradient is too small for carbon dioxide to diffuse. Option D, it decomposes into carbon and oxygen. എന്തായിരിക്കും സംഭവിക്കുക? The correct answer is option B, it diffuses into the alveoli. കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്യുന്നത് ഹയർ പാർഷ്യൽ പ്രഷർ ഏരിയയിൽ നിന്നും ലോവർ പാർഷ്യൽ പ്രഷർ ഏരിയയിലേക്കായിരിക്കും. ഈ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ 45 mmHg ആണുള്ളത്, ആൽവിയോളയിൽ 40 mmHg ആണുള്ളത്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്നും ആൽവിയോളയിലേക്ക് ഡിഫ്യൂസ് ആകുന്നു. 12th ക്വസ്റ്റ്യൻ, ഓക്സി ഹീമോഗ്ലോബിൻ ഫോംസ് ബൈ എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്? എന്ത് കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി കാർബോണിക് ആൻഹൈഡ്രേസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ ആൻഡ് ഓക്സിജൻ, ഓപ്ഷൻ ഡി കാർബോണിക് ആൻഹൈഡ്രേസ് ആൻഡ് ഓക്സിജൻ. ആൻസർ വരുന്നത് ഹീമോഗ്ലോബിൻ ആൻഡ് ഓക്സിജൻ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഓക്സി ഹീമോഗ്ലോബിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഓക്സിജൻ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്.